ബബ്ബബ്ബ എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ കഥാപാത്രം ആരാണ്? നായകനാണോ, വില്ലനാണോ, അതോ സഹനടനോ? ആർക്കും അറിയാത്ത ഒരു സംശയമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഈ ഒരു സംശയത്തിന് നിവാരണം ലഭിക്കുവാനാണ് നിങ്ങൾ ഈ ഒരു തംബ്നെയിലിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് മാത്രമുള്ള വീഡിയോ ആണ്. വരൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ഹിഡൻ ഡീറ്റെയിൽസ് വീഡിയോ അല്ല. ഇതിൽ മോഹൻലാലിന്റെയും ദിലീപിന്റെയും കഥാപാത്രങ്ങളെ കുറിച്ചുള്ള സസ്പെൻസ് നിലനിർത്തുന്ന ചില കാര്യങ്ങൾ അത് ബ്രേക്ക് ചെയ്യുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കഥയുമായി ബന്ധപ്പെടാത്ത രീതിയിൽ മാത്രമാണ് ഞാൻ ഇതിലെ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. കാരണം വലിയ സംഭവമൊന്നുമല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ഞാൻ അത് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്. ബബ്ബബ്ബ, ഭയം ഭക്തി ബഹുമാനം. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ഫാഗിൻ സഫർ, നൂറിൻ ഷെരീഫ് എന്നിവർ ചേർന്ന് തിരക്കഥ എഴുതിയ ബബ്ബബ്ബ. ഇതിലെ സംവിധായകനായിട്ടുള്ള ധനഞ്ജയ് ശങ്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വിനീത് ശ്രീനിവാസന്റെ അസോസിയേറ്റ് ആയി വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസോടെയാണ് സിനിമാ ലോകത്തേക്ക് കടന്നു വന്നത്. ഈ ബേസിൽ ജോസഫും ഈ വിനീത് ശ്രീനിവാസന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ധനഞ്ജയ് ശങ്കറും അത്ര നിസാരക്കാരനല്ല എന്ന്. ചിത്രത്തിന്റെ അഡീഷണൽ സ്ക്രീൻ പ്ലേ ആൻഡ് ഡയലോഗ്സ് ഈ ധനഞ്ജയ് ശങ്കർ തന്നെയാണ് രചിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രത്തെ കുറിച്ച് മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ദിലീപിനെയും മോഹൻലാലിനെയും കൂടാതെ ധാരാളം കഥാപാത്രങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. ധാരാളം അഭിനേതാക്കൾ, മലയാളത്തിലും തമിഴിലുമായിട്ടുള്ള ധാരാളം അഭിനേതാക്കൾ അഭിനയിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ബബ്ബബ്ബ എന്ന ഭയം ഭക്തി ബഹുമാനം. ഈ ഒരു ചിത്രത്തിൽ തന്നെ തമിഴിൽ നിന്നും കിങ്സ്ലി അഭിനയിക്കുന്നുണ്ട്. മലയാളത്തിൽ നിന്നും ധാരാളം നടന്മാർ, ബൈജു ഉൾപ്പെടെയുള്ള വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ മുതലായിട്ടുള്ള പല താരങ്ങൾ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാൻഡി മാസ്റ്റർ നെഗറ്റീവ് റോൾ ആണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, ചെറിയ ഷെയ്ഡിലുള്ള നെഗറ്റീവേ ഉള്ളൂ, ലോകയിൽ കാണിച്ചതുപോലെയുള്ള വലിയ നെഗറ്റീവ് ഉള്ള ഒരു കഥാപാത്രമൊന്നും അല്ല എന്നൊക്കെ. എന്നാലും ദിലീപ് വണ്ടി വളച്ചെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വണ്ടി എതിരെ വരുന്നതായിട്ടുള്ള സീൻസ് കാണുമ്പോൾ അങ്ങനെയല്ല, ഒരു കൊടൂര വില്ലൻ രീതിയാണ് വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇതിലെ മോഹൻലാലിന്റെ കഥാപാത്രവും ദിലീപിന്റെ കഥാപാത്രവും ഏകദേശം ഒരേ ലുക്കാണ്. പല ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു മോഹൻലാൽ വിന്റേജ് കാലഘട്ടം, ഒരു പഴയ കാലഘട്ടമാണ് ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നത് എന്നൊക്കെ. പഴയ കാലഘട്ടമായിരിക്കും, ഒരു 5 വർഷം 6 വർഷം മുൻപുള്ള കാലഘട്ടമായിരിക്കും. കാരണം ഇതിൽ സംവിധായകൻ തന്നെ പറയുകയുണ്ടായി, മോഹൻലാൽ ഒരു വിജയ് ആരാധകനായിട്ടാണ് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് എന്ന്. വിജയ് ആരാധകൻ എന്ന് പറയുമ്പോൾ 2005 മുതൽ 2006, ഇപ്പോൾ ഈ 2025-26 കാലഘട്ടത്തിൽ വരെ വിജയ് ആരാധകർ എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ എനർജിയുള്ള ഒരു കഥാപാത്രമായിട്ടാണ് സാധാരണയായി ഈ വിജയ് ആരാധകർ സിനിമയിലാണെങ്കിലും റിയൽ ലൈഫിലാണെങ്കിലും ഉണ്ടാകാറുള്ളത്. അതുപോലെ തന്നെ മോഹൻലാലിന്റെ കഥാപാത്രം ഒരു വിജയ് ആരാധകനായിട്ടാണ് അഭിനയിക്കുന്നതെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു 5-10 വർഷത്തിനകത്തുള്ള ഒരു കഥാപാത്രമാകാനാണ് സാധ്യത കൂടുതൽ. ഇവർ സഹോദരങ്ങളാണ്. മോഹൻലാലിന്റെയും ദിലീപിന്റെയും കഥാപാത്രങ്ങൾ സഹോദരങ്ങളാണെന്നാണ് ഇതിൽ പല ആൾക്കാരും കണ്ടിട്ട് പറയുന്നത്. സഹോദരങ്ങൾ ആകണമെന്നൊന്നുമില്ല, ചിലപ്പോൾ ഫ്രണ്ട്സ് ആകാം, അല്ലെങ്കിൽ സമാന ചിന്താഗതിയുള്ള രണ്ടുപേരാകാം. അവർ തമ്മിലുള്ള വേവ് ലെങ്ത് ഒരുപോലെ ആയതുകൊണ്ട് തന്നെ അവർ ഒരു സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ആൾക്കാരുമാകാം. നമുക്കൊന്നും പറയാൻ കഴിയില്ല. രണ്ടുപേർക്കും ഒരേ ലുക്ക് ആയതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ ആകണമെന്നൊന്നുമില്ലല്ലോ. ഇതിൽ മോഹൻലാലും ദിലീപും നേരെ നടന്നു വന്നിട്ട് ഈ രണ്ടുപേരും തിരിഞ്ഞ് സ്ക്രീനിലേക്ക് നോക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഹരികൃഷ്ണൻ സിനിമയിൽ മമ്മൂട്ടി മോഹൻലാലും നടന്നു വന്ന് സ്ക്രീനിലേക്ക് നോക്കുന്ന അതേ രീതിയാണെന്ന് അതിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു ചിത്രത്തിൽ മോഹൻലാലിനെ ഒരു മാസ് എന്റർടൈനിങ് നായകനായിട്ടാകും, ഒരു ദി കംപ്ലീറ്റ് ആക്ടർ എന്ന പേര് നിലനിർത്താനുള്ള ഒരു രീതി തന്നെയായിരിക്കും ഈ ഒരു ചിത്രത്തിലും ധനഞ്ജയ് ശങ്കർ കാണിക്കുന്നത്. വിജയ് ആരാധകനായതുകൊണ്ട് തന്നെ ഒരു തെലുങ്ക് തമിഴ് സിനിമയുടെ സ്റ്റൈലിലാകും മോഹൻലാലിനെ ഈ ചിത്രത്തിൽ, ദിലീപിനെയും ഈ ചിത്രത്തിൽ ധനഞ്ജയ് ശങ്കർ അവതരിപ്പിക്കുന്നത്. സംവിധായകന്റെ കലയാണല്ലോ ചിത്രം, ഉറപ്പായും ഈ ചിത്രത്തിന് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കലക്കോപ്പ് ടീം ഞങ്ങളും തിയേറ്ററിൽ ഉണ്ടാകും 18-ാം തീയതി. ഞങ്ങളും ചിത്രം കാണുന്നതാണ്. അഭിപ്രായം എന്താണെന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതുമാണ്. അതുപോലെ തന്നെ ഈ ഒരു ചിത്രം വളരെ മനോഹരമാണെന്നുള്ളത് ട്രെയിലർ മുതലായവ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ പറയുകയുണ്ടായി, ട്രെയിലറിലും കാണിക്കുകയുണ്ടായി,
മോഹൻലാൽ ഏതൊരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി. ഇത് ഭ്രാന്തന്മാരുടെ കഥയാണ്, മാഡ്നെസ് നിറഞ്ഞ ലോകത്തിന്റെ കഥയാണ്. ഇതിലെ ലാലേട്ടന്റെ കഥാപാത്രത്തെ കുറിച്ച് അവതാരകൻ ചോദിച്ചപ്പോൾ ലാലേട്ടൻ പറയുകയുണ്ടായി, ഇതിലെ കഥാപാത്രം ഒരു അത്ഭുതം ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു അമർ ചിത്രകഥ, അതിലെ രീതി എന്നൊക്കെ പറയുകയുണ്ടായി. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും ഉണ്ടാകത്തുമില്ല. എന്തായാലും എല്ലാവർക്കും എന്റെ ചെറിയ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതുവരെ ടാറ്റാ, ബൈ.